വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. കുറെ ദിവസങ്ങളായിട്ട് എങ്ങനെയാണ് ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിനെ പേരിടുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഇപ്പം നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷന്റെ അല്ലെങ്കിൽ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ എൻഡിലായിട്ട് എത്തിയേക്കാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അതായത് ആനിമൽസ് ആയിട്ടുള്ളവയുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മളുടെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത അത്രയും ഓർഗാനിസംസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട് അല്ലെ. എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഇല്ലല്ലേ. അപ്പൊ പണ്ട് മുതലേ ഈ പറയുന്ന ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പല മെത്തേഡ്സുകൾ ലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കാണാൻ പറ്റുന്നത് പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, കുറെ ആനിമൽസിനെയും അതുപോലെ തന്നെ കുറെ പ്ലാന്റ്സിനെയും അല്ലെ. അപ്പൊ ബേസിക്കലി എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ക്ലാസിഫൈ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉറപ്പായിട്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? പ്ലാന്റ്സ് ആയിട്ടും, അതായത് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിലുള്ളവരെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ടും, അതുപോലെ തന്നെ ആനിമൽസിന്റെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരെയും കൂടി ഒരു കാറ്റഗറിയിലും പെടുത്തും അല്ലെ. ആ ഒരു കാറ്റഗറൈസേഷൻ തന്നെയായിരുന്നു ആദ്യം നമ്മുടെ സയന്റിസ്റ്റുകൾ ചെയ്തിരുന്നത്. അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എല്ലാം കൂടി ചേർത്ത് രണ്ട് കിങ്ഡത്തില് എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. ഇപ്പൊ എന്താണ് കിങ്ഡം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈറാർക്കിയിലെ ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് എന്ന് പറയുന്നത് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും എല്ലാം തന്നെ എന്ത് ചെയ്തു, ഒരു സയന്റിസ്റ്റ് രണ്ട് കിങ്ഡത്തിൽ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ അത്തരത്തില് രണ്ട് കിങ്ഡം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് ഇത്രയും മാത്രം ഓർത്താൽ മതി. നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന പ്ലാന്റ്സ് എല്ലാത്തിനെയും കൂടി ചേർത്ത് ഒരു കിങ്ഡത്തിലും ആനിമൽസിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് കിങ്ഡത്തിലുമായിട്ട് അറേഞ്ച് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എല്ലാം കൂടി കാറ്റഗറൈസ് ചെയ്തു. അതിനെയാണ് നമ്മൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ടീച്ചറെ ആളുടെ ഇമേജ് കാണിക്കാം. ഇതാണ് ആള്. ഇത് ഈ ഒരു ഇമേജ് ഓൾറെഡി ടീച്ചർ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ആരാണ്? നമ്മളുടെ മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് ആണ് ഇതല്ലേ. ആണോ? നമ്മുടെ കാൾ ലിനേയസ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇതിനകത്ത് ഇത്ര മാത്രം ഓർത്താൽ മതി, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസത്തിനെയും എന്തായിട്ട് രണ്ട് കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, രണ്ട് കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഒന്ന് കിങ്ഡം പ്ലാന്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന രണ്ടാമത്തെ കിങ്ഡം. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസിനെയും നമുക്ക് പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ ആനിമൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ടീച്ചർ ആദ്യമേ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ നോക്കുന്ന ഇമേജില് നമുക്ക് കണ്ടുകൊണ്ട് പറ്റുന്ന പ്ലാന്റ്സും ആനിമൽസും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ഓർഗാനിസംസും ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും എവിടെയുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട് അല്ലെ. ചില ബാക്ടീരിയാസ്, അതുപോലെ തന്നെ ചില ഫംഗസുകൾ, അതുപോലെയുള്ള പല സാധനങ്ങളും നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ കാർഡിനസിന്റെ ആ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലൂടെ എല്ലാ ഓർഗാനിസിനെയും നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലും അതുപോലെ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലും എന്ത് ചെയ്യാൻ, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പൊ അതിന് പകരമായിട്ട് വേറൊരു സയന്റിസ്റ്റ് ഈ പറയുന്ന ഓർഗാനിസത്തിനെ എല്ലാം കൂടി അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് മുമ്പോട്ടേക്ക് വെച്ചു. ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി മുമ്പത്തെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് രണ്ട് കിങ്ഡംസ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിനകത്ത് എന്തായാലും ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, 5 കിങ്ഡംസ് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി ഇത് ആര് പ്രപ്പോസ് ചെയ്തു, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്?
ഇദ്ദേഹമാണ് ഈ പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പറയുന്ന ടീച്ചർ പറഞ്ഞ സെയിം റീസൺ തന്നെ, എല്ലാ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണപ്പെടാത്ത ഓർഗാനിസത്തിനെ ഒന്നും തന്നെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ്, അതും ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ അതിന്റെ ന്യൂട്രീഷൻ മെത്തേഡിന്റെയും അതുപോലെ ഉള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അതിപ്പോ നേക്കഡ് ഐ കൊണ്ടായിക്കോട്ടെ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ കാണാൻ പറ്റുന്ന ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിനെയും 5 കിങ്ഡത്തിലായിട്ട് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ആർച്ച് വിറ്റാക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, ആരാണ്? ആർച്ച് വിറ്റാക്കർ ആണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. ഇപ്പം നിലനിൽക്കുന്നതിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ഒരു മെത്തേഡ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറയാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന എന്താണ്, ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബൊട്ടാണിസ്റ്റ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പം എന്തിന്റെ ഒക്കെ ബേസിസിലാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ, അതായത് ചില ഓർഗാനിസംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. എന്നാൽ ഓർഗാനിസത്തിന്റെ ലെവൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ സെല്ലിന്റെ സ്ട്രക്ചറിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ബോഡി സ്ട്രക്ചറും എന്താവും, ചില ഓർഗാനിസിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആയിരിക്കും, എന്നാൽ മറ്റു ചില ഓർഗാനിസിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് നമുക്ക് പറ്റത്തില്ലാത്ത ഒട്ടുമിക്ക എല്ലാ ഓർഗാനിസംസും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്താണ്, യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്താണ്, യൂണിസെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അവ ഒരേ സെല്ല് കൊണ്ട്, ഒരൊറ്റ സെല്ല് കൊണ്ടായിരിക്കും അവരുടെ ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്, മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില ഓർഗാനിസം എന്തായിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അല്ലെ, മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അതെന്താണ്, മെനി സെൽസ് കൊണ്ടായിരിക്കും അവരുടെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മേഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ, മോർ ദാൻ 1 സെല്ല് കൊണ്ടാണ് ഒരു ഓർഗാനിസം മേഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവയെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്, അല്ലെ. ഇനി യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ചിലതിന് എന്താണ്, ഒരു ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കില്ല. ചിലത് യൂക്യാരിയോട്ട് ആയിരിക്കാം, ചിലത് എന്താണ്, പ്രോക്യാരിയോട്ട് ആയിരിക്കാം, അല്ലെ. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്, അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത്. ട്രൂ ന്യൂക്ലിയസ് ഉള്ളതുണ്ട്, അതിനെയാണ് നമ്മൾ യൂക്യാരിയോട്ട് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് ഒക്കെ എന്താണ്, യൂക്യാരിയോട്ട് ആണ്. പക്ഷെ ലോവർ ആയിട്ടുള്ള ചില ഓർഗാനിസത്തിന് ഈ പറയുന്ന ട്രൂ ന്യൂക്ലിയസ് എന്തായിരിക്കത്തില്ല, പ്രസന്റ് ആയിരിക്കത്തില്ല. പിന്നെ അടുത്ത ഒരു കാറ്റഗറി അദ്ദേഹം ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷന് വേണ്ടി സെലക്ട് ചെയ്ത മറ്റൊരു ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, അല്ലെ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, ചില ഓർഗാനിസംസിന് എന്ത് പ്രത്യേകതയുണ്ട്, അവയ്ക്ക് സ്വയമേ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ. ചില ഓർഗാനിസിന് എന്താണ് പ്രത്യേകത, അവയ്ക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പറേഷനുള്ള എബിലിറ്റി ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ്, അല്ലെ, നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് എന്ത് എബിലിറ്റി ഉണ്ട്, ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദെയർ ഫുഡ്, അല്ലെ. അവർക്ക് പ്രത്യേകിച്ച് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്, ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലൊന്ന് നോക്കിക്കേ, ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവരുടെ ന്യൂട്രീഷണൽ നീഡ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല ഓർഗാനിസംസും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓർഗാനിസിനെ, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിനെ ആർച്ച് വിറ്റാക്കർ എന്ത് ചെയ്തത്, 5 കിങ്ഡംസ് ആയിട്ട് എന്ത് ചെയ്തത്, ഡിവൈഡ് ചെയ്തത്. അപ്പോ ഇത് ഏതൊക്കെയായിരിക്കും ഈ 5 കിങ്ഡംസ് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്.
ഒരു ഇമേജ് നോക്കിയേ. ഈ ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. പല തരത്തിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്കറിയാവുന്ന കുറെ കാറ്റഗറൈസേഷനിൽ ഒരെണ്ണമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പ്ലാന്റ്സ് അല്ലെ. നമ്മളുടെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ കാണപ്പെടുന്ന ആനിമൽസ് ഉണ്ട് അല്ലെ. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാത്ത കുറച്ച് കാറ്റഗറിയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ചെറിയ ചെറിയ ചില ജീവികളെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ഓർഗാനിസത്തിനെ കാണാൻ പറ്റും. ഈ ഓർഗാനിസത്തിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇത് ആരാന്നറിയാവോ? നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനും അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം ഒരേ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റു പല ഓർഗാനിസത്തിനെ കാണാൻ പറ്റും. ഇതിനകത്ത് അമീബ ഒക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അമീബയും പാരാമീസിനെയും ഒക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ പറയുന്ന അമീബയും പാരാമീസിയവും ഒക്കെ എന്തിനോട് ഡിഫറെന്റ് ആണ്? നമ്മുടെ ഈ കാണപ്പെടുന്ന ഈ ഇമേജിലെ ഓർഗാനിസവുമായിട്ട് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മഷ്റൂം അല്ലെ. മഷ്റൂം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. മഷ്റൂം പ്ലാന്റ് ആണ് അല്ല. മഷ്റൂം ഒരു പ്ലാന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തോണം, മഷ്റൂം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഒരു പ്ലാന്റ് അല്ലാത്തത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? പല തരത്തിലുള്ള ഓർഗാനിസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്ന പ്ലാന്റ്സിലും ആനിമൽ എന്ന് പറയുന്ന രണ്ട്, അല്ലെങ്കിൽ അനിമേലിയ പ്ലാന്റ് എന്ന് പറയുന്ന രണ്ട് കിങ്ഡത്തിലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ പറയുന്ന ഓർഗാനിസിനെ ഒന്നും ആരും ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. കാൾ ലിനേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. എന്നാൽ നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ത് ചെയ്തു? ഈ പറയുന്ന ഓർഗാനിസിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? 5 കിങ്ഡത്തിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ബാക്ടീരിയ പോലെയുള്ള ഒരുപാട് ലോവർ ആയിട്ടുള്ള ഓർഗാനിസം, ഇവയ്ക്കൊക്കെയുള്ള കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പുറകെ പറയും. അപ്പൊ ഇവയൊക്കെ എന്ത് ചെയ്തു? മൊനേറ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലാണ് എന്ത് ചെയ്തത്? ഇൻക്ലൂഡ് ചെയ്തത് മൊനീറ. അപ്പം ഈ പറയുന്ന മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് ആരെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്? നമ്മളുടെ ചെറിയ ബാക്ടീരിയാസിനെ ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ പറയുന്ന നമ്മുടെ ബാക്ടീരിയാസിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും സെൽ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ഒരു ഇമേജിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിന്. അപ്പൊ ഇവരൊക്കെ വേറൊരു ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ വേറൊരു കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. ആ കിങ്ഡത്തിനെയാണ് നമ്മൾ പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടിസ്റ്റ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ മഷ്റൂം അല്ലെ. ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഇമേജ് ആണ് മഷ്റൂമിന്റെ ഒരു ഇമേജ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ മഷ്റൂം എന്ന് പറയുന്നത് എല്ലാരും വിചാരിച്ചേക്കുന്നത് ഇതൊരു പ്ലാന്റ് ആയിരിക്കും അല്ലെ. പക്ഷെ ഇതൊരു പ്ലാന്റ് അല്ല, ഇതൊരു ഫംഗസ് ആണ്. ഓക്കെ, ഫംഗസ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഫംഗസിന്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മഷ്റൂം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന മഷ്റൂം കാണിക്കുന്ന ചില സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന കുറെ ഓർഗാനിസിനെ അല്ലെങ്കിൽ കുറെ ഓർഗാനിസിനെ എല്ലാം കൂടി ചേർത്തിട്ട് മറ്റൊരു കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ആ കിങ്ഡത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫംഗി എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗി എന്ന് പറയുന്ന മറ്റൊരു എന്തിൽ ആഡ് ചെയ്തു? കിങ്ഡത്തില് ഇതിനെ എല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പം ഇൻ ടോട്ടൽ എന്തൊക്കെയുണ്ട്? ചെറിയ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരുപാട് സെല്ലിലൊന്നും വലിയധികം ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ചില ഓർഗാനിസംസ് ഉണ്ട്. അതിനെ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. അതാണ് ആരെന്ന് പറയുന്നത്? മൊനേറ എന്ന് പറയുന്ന ഒരു കിങ്ഡം. ഓക്കെ, അതാണ് ഫസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് കിങ്ഡം ആണ് എന്ന് പറയുന്നത് മൊനേറ എന്ന് പറയുന്നത്. വളരെ സെല്ലിനകത്താണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങിലൊക്കെ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളും കാണിക്കുന്നവരാണ് ഈ പറയുന്ന മൊനീറ ഗ്രൂപ്പിൽ വരുന്ന മെമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ ആയിരുന്നു പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കിങ്ഡം ആണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് നമ്മുടെ കൂണൊക്കെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫംഗി എന്ന് പറയുന്ന അടുത്ത ഒരു കാറ്റഗറി. അതിനുശേഷമാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി. പ്ലാന്റ് എന്ന് പറയുന്ന മറ്റൊരു എന്തുണ്ട്? കിങ്ഡം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കിങ്ഡം ഉണ്ടെന്ന്. ഇതിലും അതേ കിങ്ഡം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെയുള്ളത് അഞ്ചാമത്തെ മറ്റൊരു കിങ്ഡം ആണ്. അതിനകത്ത് ആരായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ആനിമൽസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ കിങ്ഡത്തിന്റെ പേരെന്തായിരിക്കും? അനിമേലിയ എന്നായിരിക്കും. അനിമേലിയ. ഓക്കെ, അനിമേലിയ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലാണ് ആനിമൽസിനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും
ഇതിനെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡംസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു 5 കിങ്ഡംസ്? ഏതൊക്കെയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആർച്ച് വിറ്റാക്കർ പറഞ്ഞ 5 കിങ്ഡത്തെ അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാൻ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 5 കിങ്ഡംസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് മൊനീറ, രണ്ടാമത്തേത് പ്രോട്ടിസ്റ്റ്, മൂന്നാമത്തേത് ഫംഗി, നാലാമത്തേത് പ്ലാന്റേ. ഇതിനകത്ത് പ്ലാന്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. പ്ലാന്റേ എന്നാണ് നമ്മൾ കിങ്ഡത്തിനെ പറയുന്നത്, പ്ലാന്റേ എന്നാണ്. അതുപോലെ തന്നെ അനിമേലിയ, ആനിമൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അനിമേലിയ എന്ന് പറയുന്ന മറ്റൊരു കിങ്ഡം കൂടി ഉണ്ട്. ഈ 5 കിങ്ഡംസ് കൂടി ചേർന്നതാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ 5 കിങ്ഡം സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ പറയുന്ന ഓരോന്നിനെയും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന കിങ്ഡത്തിൽ വരുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഏറ്റവും ലോവർ ആയിട്ടുള്ള കിങ്ഡം ആണ്. അതായത് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കിങ്ഡത്തിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു ഏതാണ് ആ കിങ്ഡം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കിങ്ഡത്തിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ബാക്ടീരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ബാക്ടീരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഒരു ബാക്ടീരിയയാണ് അല്ലെ, ഇതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. ഇതിപ്പോ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് ഒരൊറ്റ ബാക്ടീരിയയാണ്. നമുക്കറിയാം ബാക്ടീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്റെ സറൗണ്ടിങ്സിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഇഷ്ടംപോലെ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറയുന്ന ബാക്ടീരിയനെ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കയ്യിലെ ബാക്ടീരിയാസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമുക്കതൊരു നേക്കഡ് ഐ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മൈക്രോ സൈസ് ഉള്ള ഓർഗാനിസം ആണ് ആരെന്ന് പറയുന്നത്, ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. എന്താണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്താ? യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഒറ്റ സെല്ല് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവ മെയ്ഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു നമ്മളുടെ ഓർഗാനിസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ന്യൂക്ലിയസ്, അതായത് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിൽ ഇപ്പൊ ബാക്ടീരിയ പോലുള്ള ലോവർ ആയിട്ടുള്ള ഓർഗാനിസിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവയ്ക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, പ്രോക്യാരിയോട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവര് പ്രോക്യാരിയോട്സ് ആണ്. ഓക്കെ, പ്രോക്യാരിയോട്സ് ആണ്. അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. അവർക്ക് ഡിഫൈൻ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് അവരെന്താണ്, അവര് പ്രോക്യാരിയോട്സ് ആണ് അല്ലെ. അവര് യൂണിസെല്ലുലാർ ആണ്. അതുപോലെ തന്നെ അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്താണ്, പ്രോക്യാരിയോട്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഷേപ്പിലൊന്നും ആയിരിക്കത്തില്ല ബാക്ടീരിയാസ് കാണപ്പെടുന്നത്. പല പല ഷേപ്പിലുള്ള പല പല ബാക്ടീരിയാസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പല ഷേപ്പിനനുസരിച്ചും ഒക്കെ ബാക്ടീരിയാസ് ഉണ്ട്. അതിനകത്ത് അതിൽ തന്നെ വീണ്ടും കാറ്റഗറൈസേഷൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അപ്പൊ ഇതിനകത്ത് ഇത്രയും മാത്രം നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ചില ഓർഗാനിസിനെ എല്ലാം കൂടി ചേർത്ത് എന്ത് ചെയ്തു, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ഉള്ള പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എല്ലാം കൂടി ഒരു എന്തിൽ ചേർത്തു, ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ കിങ്ഡം എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഏത് കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഏത് കിങ്ഡത്തിലായിരുന്നു ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? നമ്മളുടെ മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലാണ് ആരെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? നമ്മളുടെ ബാക്ടീരിയാസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കിങ്ഡം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത ഓർഗാനിസത്തിനെയാണ് ഇവർ ഇതിനകത്ത് എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ഒരു കിങ്ഡം കൂടി വരുമ്പം അതും നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റത്തില്ലാത്തത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. അപ്പൊ ഈ മൊനീറ എന്ന് പറഞ്ഞ ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത്
നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. കാരണം എന്താണ് അവർക്ക് ഒരൊറ്റ സെല്ല് കൊണ്ടായിരിക്കും അവരുടെ എൻറ്റയർ ബോഡി, അതുപോലെ തന്നെ അവരുടെ ബോഡിക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസിന് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്നത് ആ ഒരൊറ്റ സെല്ല് കൊണ്ടായിരിക്കും. അത് മാത്രമല്ല അതിനകത്ത് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണ് പ്രോക്യാരിയോട്സ് ആണ് അല്ലെ. പ്രോക്യാരിയോട്സ് എന്ന് വെച്ചാൽ ഒരു ടേം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ന്യൂക്ലിയസ് അവയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്താണ് പ്രോക്യാരിയോട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ എന്താണ് ഈ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്, ബാക്ടീരിയാസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആൽഗേസ് ഒക്കെയാണ് ഈ പറയുന്ന ഈ മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്. അപ്പൊ അതിൽ കുറെ എണ്ണങ്ങൾ ഓട്ടോട്രോഫിക് ആയിരിക്കും. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ എന്താണ്, they are able to produce their own food അല്ലെ. അവർക്ക് സ്വന്തമായിട്ട് ക്ലോറോഫിൽ പിഗ്മെന്റ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി അവർക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കീമോസിന്തസിസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ഫോട്ടോസിന്തസിസ്, കീമോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി അവയ്ക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. എന്നാൽ ചില ഓർഗാനിസംസ് അങ്ങനെയല്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന പിന്നെ സ്വന്തമായിട്ടൊന്നും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്തിനെങ്കിലും ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, അവൈലബിൾ ആക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള രണ്ട് കാറ്റഗറി ഓഫ് ഓർഗാനിസംസും ഈ പറയുന്ന ബാക്ടീരിയാസിൽ വരുന്നുണ്ട്. അപ്പോ മൊനീറ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, അവയ്ക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ എന്താണ്, ഇവര് ബാക്ടീരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൊനീറയുടെ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്തായിരിക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് കിങ്ഡം എന്തായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. മൊനീറ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏതായിരുന്നു, പ്രോട്ടിസ്റ്റ് അല്ലെ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയാണ് നെക്സ്റ്റ് ഒരു കിങ്ഡം ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്തുള്ള ഓർഗാനിസംസ് ആണ് യൂഗ്ലിന ഉണ്ട്, അമീബയുണ്ട്, അതുപോലെ തന്നെ പാരാമീസിയം ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസിനെ നമുക്ക് ഇതിനകത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓർഗാനിസിനെ ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സറൗണ്ടിങ്സിൽ ഒബ്സർവ് ചെയ്താൽ കാണാനായിട്ട് പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. നമ്മള് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ ഇവരെ നോക്കിക്കഴിഞ്ഞെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുത്ത് വാട്ടറിന്റെ ഒരു സാമ്പിൾ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഓർഗാനിസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പറയുന്നതും എന്താണ്, നമ്മളുടെ വളരെ സ്മോൾ ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റാത്തത്. പക്ഷെ ഇവർക്ക് പ്രത്യേകതയുണ്ട്. ഈ ഒരു ഓർഗാനിസം മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരേ സെല്ല് കൊണ്ടാണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആയിരിക്കും, ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആയിരിക്കും? ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, ബോഡി ഒരേ ഒരു സെല്ല് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസം എന്തായിരിക്കും, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് പ്രസന്റ് ആണ് അല്ലെ. നമ്മൾ ആദ്യത്തെ ഒരു കിങ്ഡത്തിന്റെ കേസിൽ പറഞ്ഞപ്പോൾ അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന അമീബയിലായിക്കോട്ടെ, അതുപോലെ തന്നെ യൂഗ്ലിനയിലായിക്കോട്ടെ, പാരാമീസിയത്തിലായിക്കോട്ടെ, ഈ പറയുന്ന എല്ലാത്തിലും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ അതിനകത്ത് എന്താണ് പ്രത്യേകത, യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്സ് ആണിവ അല്ലെ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്സ് ആണിത് അല്ലെ. യൂക്യാരിയോട്സ് അല്ലേ. കാരണം എന്താണ്, അവർക്ക് എന്താണ് ഒരു ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പം ഈ പറയുന്ന പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന് അത് യൂണിസെല്ലുലാർ ആണ്, രണ്ടാമത്തേത് അത് യൂക്യാരിയോട്സ് ആണ് അല്ലെ. ഈ പറയുന്നത് എന്താണ്, സെല്ലിന്റെ ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. സെല്ലിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അവർ സിംഗിൾ ആയിട്ടുള്ള ഒരു സെല്ല് കൊണ്ട് തന്നെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രത്യേകതയാണ് എന്താണ്, അവർക്ക് ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതായത് അവർ യൂക്യാരിയോട്സ് ആണ് എന്നുള്ളത്. ഓക്കെ, യൂക്യാരിയോട്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഈ പറയുന്ന മൊനീറ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നത് പറയുന്നത് അവര് യൂക്യാരിയോട്ട് ആണ്. അതായത് അവർക്ക് ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്.
ഇതിനകത്തുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, അവര് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് അവരിൽ പ്രസന്റ് ആണ്. പിന്നെ അവരിൽ കാണപ്പെടുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവര് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും അവർക്ക് ഉണ്ടായിരിക്കും. അതായത് ചില ഓർഗാനിസത്തിന് എന്താണ് സ്വയമേ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ചിലത് എന്താണ് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മൊനീറയിൽ നിന്നും പ്രോട്ടീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെന്താണ് യൂക്യാരിയോട്ട് ആണ് എന്നുള്ളതാണ്. അതായത് അവർക്കൊരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ളതാണ് മൊനീറേനെയും പ്രോട്ടിസ്റ്റിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ പറയുന്ന മൊനീറയിലും പ്രോട്ടിസ്റ്റിനും എന്താണ് സിമിലർ തന്നെ ആണ്. ഇനിയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ കിങ്ഡത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കിങ്ഡം ഏതായിരുന്നു? നമ്മുടെ കൂണൊക്കെ വരുന്ന കിങ്ഡം ഏതായിരുന്നു? മൂന്നാമത്തെ കിങ്ഡം നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഫംഗി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഫംഗി. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുവാണെങ്കിൽ കൂണ് ഒരു ഫംഗിയിൽ വരുന്ന ഒരു മെമ്പർ ആണ്. ഓക്കെ, ഫംഗിയിൽ വരുന്ന ഒരു മെമ്പർ ആണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മഷ്റൂം എന്ന് പറയുന്നത് ഫംഗി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഓർഗാനിസം ആണ് ഈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അമ്മമാര്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ അപ്പം ഒക്കെ കുഴച്ച് വെച്ചതിന്റെ അവസാനമായിട്ടോ ആദ്യത്തിലോ ഒക്കെ എന്താണ് അമ്മമാര് ഒരു ചെറിയൊരു എന്താണ് ഒരു ക്രീം കളറുള്ള ഒരു സാധനത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ മാവിലേക്ക് ഇട്ടു കൊടുക്കും. ആ സാധനമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന ഈസ്റ്റ്. ഓക്കെ, ഇത് ഈസ്റ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ പറയുന്ന ഈസ്റ്റ്, അതുപോലെ മഷ്റൂം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കിങ്ഡം ആണ് കിങ്ഡം ഫംഗി എന്ന് പറയുന്ന കിങ്ഡം. ഓക്കെ, കിങ്ഡം ഫംഗിയിലാണ് ആര് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമ്മുടെ മഷ്റൂമും അതുപോലെ തന്നെ ഈസ്റ്റും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ഇമേജ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ഫംഗി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ മഷ്റൂം നോക്കുമ്പോൾ മഷ്റൂം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ല് കൊണ്ട് മേഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം അല്ല, മോർ ദാൻ വൺ സെല്ല് കൊണ്ട് മേഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം ആണ്. പക്ഷേ ഈസ്റ്റിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ അവരൊരു സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസവുമാണ്. അപ്പൊ ഈ പറയുന്ന ഫംഗി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസം ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ അത് മൾട്ടി സെല്ലുലാർ ആവാം. ഒന്നെങ്കിൽ അത് എന്താവാം, നമ്മുടെ മഷ്റൂമിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ അത് മൾട്ടി സെല്ലുലാർ ആണ്, അതേ സമയത്ത് ഇതെന്താണ് യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും എന്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഫംഗി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇവര് ഹെട്രോട്രോഫിക് ആണ്, അതായത് ഫുഡിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഓർഗാനിസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫംഗി എന്ന് പറയുന്നത് എസ്പെഷ്യലി അവർ സാപ്രോഫൈറ്റ് എന്നാണ് പറയുന്നത്. ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എന്ത് ചെയ്യണം, ഡെഡ് ഓർഗാനിസത്തിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഫീഡ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന ഫംഗി ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് വരുന്നവർ. അപ്പൊ ഈ പറയുന്ന മഷ്റൂം ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, പ്ലാന്റ് പോലെ ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. പിന്നെ ഓരോ ലെവൽ കൂടി വരുന്നതിനനുസരിച്ച് പിന്നെ ഇതിന് ന്യൂക്ലിയസ് ആബ്സെന്റ് ആവാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള മൊനീറയിലായിരുന്നു ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിട്ടുള്ളത്. ഇനിയുള്ള എല്ലാ ഓർഗാനിസത്തിലും എന്ത് പ്രസന്റ് ആണ്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് പ്രത്യേകത, അവയ്ക്ക് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഇതിൽ ഈ പറഞ്ഞ ഫംഗി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസം ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ അത് മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് അത് യൂണിസെല്ലുലാർ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കിയാലോ? ഈ ഫംഗിയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫംഗിയിൽ വരുന്നതിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ പറയുന്നത് അവർ നോൺ മോട്ടൈൽ ആയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മളുടെ ഈസ്റ്റിനെ നോക്കുകയാണെങ്കിലും അതുപോലെ നമ്മുടെ മഷ്റൂമിനെ നോക്കുകയാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല.
അല്ലെ? അതെന്താണ്? അവര് നോൺ മൊട്ടൈലാണ്, അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറിപ്പോയി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ അമീബയുടെ കേസിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബോഡിയിലുള്ള ചില സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി അവർക്ക് ലോക്കോ മോഷൻ പോസിബിൾ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന ഫംഗസ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഫംഗി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലെ മെമ്പേഴ്സിന് എന്ത് പ്രത്യേകതയുണ്ട്, അവർക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് മൊബൈൽ ആവാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, അവർ ഹെട്രോട്രോഫിക് ആണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അതിലുള്ള ഓർഗാനിസം ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കാം അവരിൽ വരുന്നത്. ഒന്നെങ്കിൽ അവർ യൂണിസെല്ലുലാർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. അപ്പം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മഷ്റൂംസ് ഒക്കെ വരുന്നത്. ഇനി അവയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിൽ എന്താണ്, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അവരിൽ ആബ്സെന്റ് ആണ്. അതായത് നമ്മുടെ ഫംഗി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിൽ എന്തില്ല, ക്ലോറോഫിൽ പിഗ്മെന്റുകൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്, ഫുഡ് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റാത്തത്, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഫംഗി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഏതൊക്കെയായിരുന്നു? അവർ നോൺ മോട്ടൈൽ ആണ്, ഹെട്രോട്രോഫിക് ആണ്, ഒന്നിൽ അത് യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ അത് മൾട്ടി സെല്ലുലാർ ആവാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അവരിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? മഷ്റൂംസ് ഉണ്ടായിരിക്കും, ഈസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ മോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് ഒക്കെ പൂത്തിരിക്കത്തില്ലേ, അപ്പൊ അതിന്റെ മണ്ടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു സ്ട്രക്ചർ നമുക്ക് കുറച്ച് നാൾ നമ്മൾ ബ്രെഡ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ പൂത്തിരിക്കുന്നത് കാണാം. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ മോൾസ് എന്ന് പറയുന്നത്. അതും ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗൈക്ക്, ഒരു ഫംഗസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഫംഗി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലെ മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ഓൾറെഡി നമ്മളുടെ കാളിനേസ് ഓൾറെഡി 2 കിങ്ഡംസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു മെമ്പറിനെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, പ്ലാന്റ്സ് ആണ് അല്ലെ. ഒരുപാട് പ്ലാന്റ്സ് നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണാനായിട്ട് പറ്റും അല്ലെ. ഈ പറയുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യൂണിസെല്ലുലാർ ആയിരിക്കുമോ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, ഒരൊറ്റ സെല്ല് കൊണ്ടായിരിക്കുമോ ഇത് മേഡ് ചെയ്തേക്കുന്നത്, അതോ ഒരുപാട് സെൽസ് ഇതിനകത്തുണ്ടായിരിക്കുമോ? ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും ഇവ എന്താണ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്തായിരിക്കും, മൾട്ടി സെല്ലുലാർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അത് മാത്രമല്ലാതെ ഈ പറഞ്ഞ ഓരോ സെല്ലുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും അല്ലെ, ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഒരു യൂക്യാരിയോട്ട് ആയിരിക്കും അല്ലെ, യൂക്യാരിയോട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റിന്റെ ഒരു പ്രത്യേകതയാണ്, അവയ്ക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, സൺലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് എനർജിയെ അവരെന്തായിട്ട് മാറ്റും, ഒരു കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്, നമ്മളുടെ പ്ലാന്റ്സിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പ്ലാന്റ്സിന് ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക്, ഇപ്പൊ ഈ ഒരു പ്ലാന്റിന് തോന്നുകയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സുഖമില്ല, ഇച്ചിരി നേരം കഴിയുമ്പോൾ നമുക്ക് ഈ നദിയുടെ തീരത്തൊക്കെ പോയി നിന്നാലോ എന്നൊന്ന് ആലോചിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതിന് മൂവ് ചെയ്ത് ആ സ്ഥലത്തേക്ക് പോയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, നോൺ മോട്ടൈൽ ആണ്. അവർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇഷ്ടാനുസരണം ഒന്നും പോവാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്താണ്, ചില മൂവ്മെന്റ്സുകൾ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പൊസിഷനിൽ നിന്നും അടുത്ത പൊസിഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോകോമോഷൻ നടത്താനായിട്ടൊന്നും ഈ പറയുന്ന ഓർഗാനിസത്തിന് പറ്റത്തില്ല. പിന്നെ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു, അവയ്ക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവ എന്താണ്, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതായത് അവയ്ക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, നമ്മുടെ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിലെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ എന്തായിട്ട് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോ നമുക്ക് നോക്കുമ്പോൾ പ്ലാന്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അവര് ഓട്ടോട്രോഫിക് ആണ്,
മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ തന്നെ എന്താണ്, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഈ പറയുന്ന കിങ്ഡം പ്ലാന്റയിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവര് മൾട്ടി സെല്ലുലാർ ആണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല, മൂവ് ചെയ്യുന്ന വെച്ച് ലോക്കോമോഷൻ നടത്താനായിട്ടുള്ള എബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ അവർക്ക് എന്താണ്, ഓട്ടോട്രോഫിക് ആണ്. അതായത് അവർക്ക് എന്താണ് പ്രത്യേകത, അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനിയും നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5ാമത്തെ കിങ്ഡം ആണ് അനിമേലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുറെ ആനിമൽസിനെ ഒക്കെ കാണാൻ പറ്റും, പല തരത്തിലുള്ള ആനിമൽസ്. അതിനകത്ത് എന്താണ്, ലാർജ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, സ്മോൾ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ആംഫിബിയൻസ് ഉണ്ട്, അതുപോലെ മാമൽസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ആനിമൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മളുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കിങ്ഡം ആണ് എന്ന് പറയുന്നത് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം അനിമേലിയയുടെ പ്രത്യേകത എന്തായിരിക്കും, നമുക്കറിയാം അത് മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. ഉറപ്പായിട്ട് നമുക്കറിയാം അത് മൾട്ടി സെല്ലുലാർ ആണ്. കാരണം അതെന്താണ്, ഒരൊറ്റ സെല്ല് കൊണ്ടൊന്നും അല്ല, ഉറപ്പായിട്ട് ഒരു ആനിമലിനെ മേഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ ഒരു സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രസന്റ് ആയിരിക്കും. അതുപോലെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിലും അതുപോലെയുള്ള ഏത് ഓർഗാൻസിനെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലും ആനിമൽസിന്റെ കേസിൽ എന്താണ്, അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, അവര് മൊബൈൽ എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് ദേ ആർ ഏബിൾ ടു മൂവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളുടെ ആനിമേലിയ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അനിമേലിയയുടെ, അതായത് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രൊഡക്റ്റിനെ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എനർജി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജി നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ പറയുന്ന കിങ്ഡം അനിമേലിയയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. എന്താണ്, ഹെറ്ററോട്രോഫിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, പിന്നെ ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ എന്ന് പറയുന്ന അവയ്ക്കുണ്ട്. കാരണം അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റി ആർക്കുണ്ട്, ഈ ആനിമേലിയ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസത്തിനെല്ലാം തന്നെ ഉണ്ട്. ഇനിയും പിന്നെ ഉള്ളത് ഹയർ ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു പ്രോട്ടിസ്റ്റ തൊട്ട് മേലോട്ടുള്ള എല്ലാ ഓർഗാനിസിനും എന്ത് പ്രസന്റ് ആണ്, ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് എന്ത് പറയാത്തത്, എന്താണ്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ പറയാത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂക്ലിയസ് പ്രസന്റ് ആണ് എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ ഒരു 5 കിങ്ഡത്തിലാണ് എല്ലാ പറയുന്ന ഓർഗാനിസിനെയും ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ നാളത്തെ ഒരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാൾ വൂസ് എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു നമ്മളുടെ ബാക്ടീരിയ, അതായത് നമ്മളുടെ കിങ്ഡം മൊനീറയിൽ വരുന്ന ഒന്നാണ് നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ബാക്ടീരിയയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർക്കി ബാക്ടീരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ ആർക്കി ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയാസിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതായിട്ട് ആർക്ക് മനസ്സിലായി, നമ്മളുടെ കാൾ വൂസിന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ കാൾ വൂസിന് അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ബാക്ടീരിയ ഇൻക്ലൂഡ് ചെയ്തിരുന്ന നമ്മുടെ മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിനെ വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒന്നും കൂടി ഒരു രണ്ടായിട്ട് വീണ്ടും ആ ഒരു കിങ്ഡം മൊനീറനെ വീണ്ടും രണ്ടായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ അത്തരത്തിൽ വന്നു കഴിയുമ്പോൾ ഇൻ ടോട്ടൽ എത്ര കിങ്ഡമായി, കിങ്ഡം മൊനീറനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 2 കിങ്ഡം വന്നു അല്ലെ. പിന്നെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെയുണ്ട്,
പ്രോട്ടിസ്റ്റ് ഉണ്ട്, പിന്നെയാണ് ഫംഗി ഉണ്ട്, പിന്നെ ആരുണ്ട്, പ്ലാന്റേ ഉണ്ട്, അനിമേലിയ ഉണ്ട്. അപ്പൊ ഈ ടോട്ടൽ എത്ര കിങ്ഡംസ് വന്നു? 6 കിങ്ഡംസ് വന്നു. അപ്പൊ ഈ പറയുന്ന മറ്റൊരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് കൊണ്ടുവന്ന ആളാണ് കാൾ ലൂസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ പറയുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കിങ്ഡം മൊനീറയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം മറ്റുള്ള ബാക്ടീരിയാസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആർക്കി ബാക്ടീരിയയും മറ്റുള്ള ബാക്ടീരിയാസും തമ്മിൽ കുറെ ഡിഫറൻസുകൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ കിങ്ഡം മൊനീറയെ ഒന്നും കൂടി എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പം അവിടെ 2 കിങ്ഡം കൂടി എന്ത് ചെയ്തു? പുതിയതായിട്ട് ഫോം ചെയ്തു വന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ പുതിയ 2 കിങ്ഡംസ് വന്നു. അത് ഏതൊക്കെയായിരിക്കും ആ കിങ്ഡംസ്? ഒന്ന് കിങ്ഡം ആർക്കിയ ആയിരിക്കും, രണ്ടാമത്തെ ഏതായിരിക്കും? യു ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം കൂടി എന്ത് ചെയ്തു? ഫോം ചെയ്തു. അപ്പൊ 2 കിങ്ഡം അദ്ദേഹം മൊനീറയെ ഡിവൈഡ് ചെയ്തിട്ട് 2 കിങ്ഡംസ് ആക്കി. അത് ഏതൊക്കെയായിരുന്നു? കിങ്ഡം ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ, അതുപോലെ രണ്ടാമത്തെ കിങ്ഡം ഏതായിരുന്നു? ആർക്കിയ എന്ന് പറയുന്ന മറ്റൊരു കിങ്ഡം കൂടി ഫോം ചെയ്തു വന്നു. അപ്പൊ ഇത്തരത്തില് ഇൻ ടോട്ടൽ എത്ര കിങ്ഡം ഫോം ചെയ്തു? അവിടെ 6 കിങ്ഡംസ് അവിടെ ഫോം ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു 6 കിങ്ഡംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനെ അല്ലെങ്കിൽ അതിനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് പ്രപ്പോസ് ചെയ്തത്? അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള കാൾ ലൂസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ കിങ്ഡം മൊനീറയിലെ ഒരു മെമ്പർ ആയിരുന്നു. ഓക്കെ, ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അത് നമ്മളുടെ കിങ്ഡം മൊനീറയിലെ ഒരു മെമ്പർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ചില സെൽ സ്ട്രക്ചറിലും അതുപോലെ തന്നെ അതിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില ഫങ്ഷൻസിലും ഒക്കെ മറ്റു ബാക്ടീരിയാസിൽ നിന്നും നമ്മുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ട് നിന്നു. അതായത് അവര് തമ്മിൽ എന്താണ്? കുറെ ഡിഫറൻസുകൾ ആര് ഒബ്സർവ് ചെയ്തു? നമ്മളുടെ കാൾ ലൂസ് ഒബ്സർവ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളുടെ ആർക്കി ബാക്ടീരിയനെ കിങ്ഡം മൊനീറയിലുള്ള കിങ്ഡം മൊനീറയിൽ നിന്ന് മാറ്റിയിട്ട് ആ കിങ്ഡം മൊനീറയെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു? 2 കിങ്ഡംസ് ആയിട്ട് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്ന 2 കിങ്ഡംസ് ആണ് ഏതൊക്കെ? കിങ്ഡം ആർക്കിയായും കിങ്ഡം ബാക്ടീരിയയും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ യു ബാക്ടീരിയ എന്നൊക്കെയാണ്, അതായത് കിങ്ഡം ബാക്ടീരിയനെ നമുക്ക് കിങ്ഡം യു ബാക്ടീരിയ എന്നൊക്കെ ചില സൈറ്റുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. കിങ്ഡം യു ബാക്ടീരിയ എന്നും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിനെ എന്താക്കി? വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 ഡിഫറെന്റ് ആയിട്ടുള്ള കിങ്ഡംസ് ആക്കി മാറ്റി. അപ്പൊ ഇതിനെയാണ് നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആര് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ കാൾ ലൂസ് പ്രപ്പോസ് ചെയ്ത, നമ്മുടെ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള കാൾ ലൂസ് പ്രപ്പോസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും കൂടുതലായിട്ടുള്ള ആൾക്കാരും ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും എന്താണ് ഇപ്പം നിലവിലുള്ളതിൽ വെച്ചിട്ട് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് 6 കിങ്ഡത്തിനെ പറയാനായിട്ട് പറ്റും. പക്ഷെ എന്നാലും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും കൂടുതൽ പേര് ഫോളോ ചെയ്യുന്നതും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് എന്തുണ്ട്? ആർക്കി ബാക്ടീരിയ ആദ്യത്തെയാണ് ആരെന്ന് പറയുന്നത്? ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിയ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം. രണ്ടാമത്തേതാണ് യു ബാക്ടീരിയ എന്ന് പറയുന്ന അടുത്ത ആള്. പിന്നെ മൂന്നാമത്തെ കിങ്ഡം ഏതാ? പ്രോട്ടിസ്റ്റ. നാലാമത്തേത് ഫംഗി, അതുപോലെ പ്ലാന്റ്. പിന്നെ ആറാമത്തേതാണ് അനിമേലിയ എന്ന് പറയുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 6 കിങ്ഡംസ് എന്ന് നോക്കുന്നത്. അപ്പോ ഏതൊക്കെയായിരുന്നു? ആർക്കിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടിസ്റ്റ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, അനിമേലിയ ഉണ്ട്. ഇത്രയുമാണ് ആര് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ കാൾ ലൂസ് പ്രപ്പോസ് ചെയ്ത 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 6 കിങ്ഡംസ് ആയിട്ട് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബാക്കി എല്ലാത്തിനും ഏകദേശം എല്ലാം മുമ്പേ പറഞ്ഞ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ അകത്ത് ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ ലൂസ് ആണ്. അദ്ദേഹം ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും കിങ്ഡം മൊനീറയെ എന്ത് ചെയ്തു? 2 ആയിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ്
ചെയ്തു, അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു എന്ന് മാത്രം ഓർത്താൽ മതി. അപ്പൊ പിന്നെ അതിന്റെ പേരും ഒന്ന് ഓർത്ത് വെക്കുക. ആർക്കിയ, അതുപോലെ തന്നെ യൂബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ, പിന്നെ പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ. ഇത്രയുമാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 6 കിങ്ഡംസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലാതെ നമ്മുടെ കാൽ റൂസ് മുമ്പോട്ടേക്ക് വെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മളുടെ ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു, നമ്മളുടെ ലിനേഴ്സിന്റെ ഹൈറാർക്കി, അതായത് ടാക്സോണമിക്കൽ ഹൈറാർക്കി അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. കിങ്ഡം, ഫൈലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു നമ്മളുടെ കാൽ ലിനേഴ്സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആരായിരുന്നു? കിങ്ഡം ആയിരുന്നു അല്ലെ. കിങ്ഡം ആയിരുന്നു. അത് കഴിഞ്ഞ് ആരായിരുന്നു വരുന്നത്? ഫൈലം അല്ലെ. അത് കഴിഞ്ഞ് വരുന്ന ആളായിരുന്നു ഫൈലം. അത് കഴിഞ്ഞ് ക്ലാസ്, പിന്നെ ഏതായിരുന്നു? നിങ്ങൾക്കറിയാം, ഓർഡർ അല്ലെ. പിന്നെ വരുന്ന ഓർഡർ, പിന്നെ ഫാമിലി, ജീനസ്, നെക്സ്റ്റ് ആരായിരുന്നു? സ്പീഷീസ്. അപ്പോ ഇത്രയായിരുന്നു നമ്മളുടെ കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്ത ആ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഓരോ റാങ്കുകൾ അല്ലെങ്കിൽ ഓരോ കാറ്റഗറീസ് അല്ലെ. അപ്പൊ ഈ ഒരു കാറ്റഗറീസിൽ അദ്ദേഹം ചെയ്തത് നമ്മുടെ കാൾ റൂസ് നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹം അതിന്റെ മുകളിലായിട്ട് നമ്മുടെ കിങ്ഡത്തിന്റെ മുകളിലായിട്ട് മറ്റൊരു കാറ്റഗറീനെയും കൂടി ആഡ് ചെയ്തു. ആ കാറ്റഗറിയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിനെയും കൂടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ലെവൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറിനെയും കൂടി കിങ്ഡത്തിന് മുകളിലായിട്ട് എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. അപ്പൊ ഏറ്റവും ടോപ്മോസ്റ്റ് ആയിട്ട് ആരാ വരുന്നത്? ഡൊമെയിൻ, പിന്നെയാണ് കിങ്ഡം, പിന്നെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, ഏറ്റവും ബേസിക് ആയിട്ട് സ്പീഷീസും വന്നു. ഓക്കെ. അപ്പൊ ഈ പറയുന്ന അതായത് നമ്മളുടെ ഈ പറയുന്ന ടാക്സോണമിക് കാറ്റഗറീസിൽ ഏറ്റവും ടോപ്പ് ആയിട്ട്, അതായത് നമ്മുടെ കിങ്ഡത്തിന് തൊട്ടു മുകളിലായിട്ട് മറ്റൊരു ലെവലിനെയും കൂടി ആഡ് ചെയ്തു? നമ്മുടെ കാൾ റൂസ് ആഡ് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മുടെ കാൾ റൂസ് ആഡ് ചെയ്തതനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോരോ ഡൊമൈനില് ഓരോരോ ഓർഗാനിസംസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹം ആഡ് ചെയ്ത ഓരോ ഡൊമൈൻസ് നോക്കുവാണെങ്കിൽ ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, കിങ്ഡം മുനീറേനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആരൊക്കെ ആക്കിയായിരുന്നു? കിങ്ഡം ബാക്ടീരിയയും കിങ്ഡം ആർക്കിയയും ആക്കിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കിങ്ഡം ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം ബാക്ടീരിയയിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം ആഡ് ചെയ്യുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഡൊമൈനിലായിരിക്കും. അതേസമയത്ത് കിങ്ഡം ആർക്കിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർക്കി ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയാസ് വരുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ആർക്കിയ ആയിരിക്കും. ഓക്കെ. ഡൊമൈൻ ആർക്കിയ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ടാക്സോണമിക് ഹൈറാർക്കിയിൽ നമ്മളുടെ കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തതിലെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിന്നിരുന്ന ആരായിരുന്നു? കിങ്ഡം ആയിരുന്നു. അതിനു മുകളിലേക്ക് ഒരു കാറ്റഗറിയും കൂടി ആഡ് ചെയ്തു? കാൾ റൂസ് എന്ന് പറയുന്ന ആ ഒരാള്, നമ്മുടെ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള കാൾ റൂസ് എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം ബാക്ടീരിയയിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ ആഡ് ആകുന്നത് ഏത് ഡൊമൈനിലായിരിക്കും? ഡൊമൈൻ ബാക്ടീരിയയിലായിരിക്കും. കിങ്ഡം ആർക്കിയയിൽ വരുന്ന ഓർഗാനിസം എല്ലാം ആഡ് ആവുന്ന ഡൊമൈൻ ഏതാണ്? ഡൊമൈൻ ആർക്കിയ ആയിരിക്കും. അതേ സമയത്ത് ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് ഹയർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കിങ്ഡം പ്രോട്ടിസ്റ്റ മുതൽ മേളിലോട്ടുള്ള എല്ലാ കിങ്ഡത്തിലുള്ള ഓർഗാനിസവും വരുന്നത് ഏത് ഡൊമൈനിലാണ്? യൂക്യാരിയ എന്ന് പറയുന്ന ഡൊമൈനിലാണ്. കാരണം അവയ്ക്ക് എന്താണ് പ്രത്യേകത? യൂക്യാരിയ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? അവയ്ക്കെല്ലാം തന്നെ എന്താണ്, ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഡൊമൈനിന് യൂക്യാരിയ എന്നുള്ള ഒരു പേര് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് അല്ലെ. ഈ പറയുന്ന പ്രോട്ടിസ്റ്റയിൽ വരുന്നതിനാണെങ്കിലും, ഫംഗയിൽ വരുന്നതിനാണെങ്കിലും, പ്ലാന്റയിൽ വരുന്നതിനാണെങ്കിലും, അനിമേലിയയിൽ വരുന്ന ഓർഗാനിസത്തിനാണെങ്കിലും എല്ലാം തന്നെ ട്രൂ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ പറയുന്ന ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ ഓർഗാനിസവും ഒരു ഡൊമൈനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ആഡ് ചെയ്തത്. ആ ഡൊമൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂക്യാരിയ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിൽ അദ്ദേഹം ആഡ് ചെയ്തു. അപ്പൊ ഡൊമൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ കിങ്ഡം ബാക്ടീരിയയിലും കിങ്ഡം ആർക്കിയയിലും വരുന്നതിനെ അതിന് ഓരോ ഡൊമൈനിൽ ആഡ് ചെയ്തു. ബാക്കി എല്ലാ കിങ്ഡത്തിലും വരുന്ന ഓർഗാനിസത്തിനെ എല്ലാം ഒരൊറ്റ ഡൊമൈനിലാണ് ആഡ് ചെയ്തത്. അത് ഏത് ഡൊമൈനിലായിരുന്നു? യൂക്യാരിയ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലാണ് ആഡ് ചെയ്തത്.
ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ടാക്സോണമിക് ഹൈറാർക്കി, ഈ പറയുന്ന ഡൊമൈനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ടാക്സോണമിക് ഹൈറാർക്കി നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പം അത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ആദ്യം വരുന്ന ആരായിരിക്കും? ഡൊമൈൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഡൊമൈൻ വരുന്നത് ഏത് ഡൊമൈനിലായിരിക്കും ഹ്യൂമൻ ബീങ്സ് വരുന്നത്? ഏത് ഡൊമൈനിലായിരിക്കും ഹ്യൂമൻ ബീങ്സ് വരുന്നത്? ഉറപ്പായിട്ടും യൂക്യാരിയയിലായിരിക്കും അല്ലെ. യൂക്യാരിയ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലാണ് ആര് വരുന്നത്? ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസം വരുന്നത്. അപ്പൊ ഏത് ഡൊമൈനാണ് ഹ്യൂമൻ ബീങ്ങിന്റെ? യൂക്യാരിയ എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ് വരുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്ന ആരായിരിക്കും? കിങ്ഡം അല്ലെ. കിങ്ഡം നോക്കുമ്പോ ഏതായിരിക്കും? നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കിങ്ഡം ഏതാണ്? കിങ്ഡം അനിമേലിയ അല്ലെ. നമ്മളെല്ലാം ആനിമൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഏത് കിങ്ഡത്തിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? കിങ്ഡം അനിമേലിയയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? ഫൈലം അല്ലെ. ഫൈലം. ഇനി ഫൈലത്തിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഫൈലം കോർഡേറ്റയാണ്, അതായത് നമുക്ക് എന്താണ് വെർട്ടിബ്രൽ കോളം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കോർഡേറ്റയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ്? കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി ഹ്യൂമൻ ബീങ്സ് നെക്സ്റ്റ് കാറ്റഗറി എന്തായിരിക്കും? അപ്പം ഫൈലം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ക്ലാസ്. ക്ലാസ് ഏതായിരിക്കും? ഹ്യൂമൻ ബീങ്ങിന്റെ ക്ലാസ് ഏതായിരിക്കും? മമേലിയ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്? നമുക്കെല്ലാം തന്നെ മാമറി ഗ്ലാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് മമേലിയയിലായിരിക്കും ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ്? ഓർഡർ അല്ലെ. ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഓർഡർ അല്ലേ. അപ്പൊ ഏത് ഓർഡറിലായിരിക്കും വരുന്നത്? പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഓർഡറിലാണ് ഹ്യൂമൻ ബീങ്സ് വരുന്നത്. പിന്നെ ഫാമിലി നോക്കുവാണെങ്കിൽ ഏതാണ്? ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഹ്യൂമൻ ബീങ്സ് വരുന്നത്. പിന്നെ ജീനസ് ഏതായിരിക്കും? ഫാമിലി കഴിഞ്ഞ് പിന്നെ വരുന്ന ജീനസ് ആണ്. അപ്പൊ ജീനസ് ഏതായിരിക്കും? ഹോമോ ആയിരിക്കും. പിന്നെ സ്പീഷീസ് എന്തായിരിക്കും? സാപ്പിയൻസ് ആയിരിക്കും. അപ്പം ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ് അല്ലെ. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നതാണ് എന്തിന്റെ സയന്റിഫിക് നെയിം? നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഓരോ കാറ്റഗറൈസേഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഡൊമൈൻ സിസ്റ്റം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ കാൾ റൂസ് പ്രപ്പോസ് ചെയ്ത ആ ഒരു സിസ്റ്റം അനുസരിച്ച് ഹൈറാർക്കി വരുന്നത്. ഓക്കെ, നമ്മളുടെ ലിനേഴ്സിന്റെ അനുസരിച്ചായിരുന്നെങ്കിൽ ഇവിടം തൊട്ട്, അതായത് കിങ്ഡം തൊട്ട് താഴേക്കുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാൾബൂസ് ഡൊമൈനും കൂടി പ്രപ്പോസ് ചെയ്തത് കൊണ്ട് ആ ഡൊമൈൻ, അല്ലെങ്കിൽ കാൾബൂസിന്റെ ആ ഒരു ഇതനുസരിച്ച് ടാക്സോണമിക് കാറ്റഗറിയിൽ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഡൊമൈൻ തൊട്ട് താഴേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു ടാക്സോണമിക് ഹയരാർക്കി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ടാക്സോണമിക് ഹയരാർക്കി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുറെ ഓർഗാനിസത്തിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ ബാക്ടീരിയയുടെ കേസ് പറഞ്ഞു, ഫംഗസിന്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസ് പറഞ്ഞു, ആനിമൽസിന്റെ കേസ് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മറ്റൊരു ഓർഗാനിസമാണ് വൈറസ് എന്ന് പറയുന്നത്. എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എല്ലാവർക്കും ഈ വൈറസ് എന്ന് പറഞ്ഞ ടേം നല്ല ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരു 2019 തൊട്ട് നമ്മളെല്ലാം വീട്ടിലിരിക്കാൻ കാരണം ഈ കുഞ്ഞനായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ വൈറസ് അല്ലെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന ഒരു കാറ്റഗറിയിലും ഈ പറയുന്ന വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഈ പറഞ്ഞ വൈറസ് എന്ന് പറയുന്നത് എത്ര മാത്രം നമ്മളെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു കാലം കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്ന പോലെ എബോള വൈറസ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആര് വന്നു? നമ്മുടെ കൊറോണ വൈറസ് വന്നു. അത് കഴിഞ്ഞിപ്പോ അടുത്ത വൈറസിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗിലാണ് അല്ലെ. അപ്പം ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ആയിട്ടുള്ള, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഓർഗാനിസം, നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റത്തില്ലാത്ത ഒരു ഓർഗാനിസം. പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റും? കുറെ ആൾക്കാരെ കൊല്ലാൻ വരെ പറ്റിയ ഒരു ഓർഗാനിസം ആണ് ഈ പറയുന്ന നമ്മുടെ വൈറസ് അല്ലെ. ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു സാധനം അല്ലെ, ഒരു പത്തോജൻ ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ നമ്മളിപ്പോ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കിയപ്പോഴും ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലും നമ്മൾ ആരെ കണ്ടിട്ടില്ല? വൈറസിനെ കണ്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വൈറസിനെ നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിലൊക്കെ കാണാത്തത്? ലിവിങ് ഓർഗാനിസം ആണ്. നമ്മൾ പറഞ്ഞത് ലിവിങ് ഓർഗാനിസത്തിനെ എല്ലാം കൂടി ക്ലാസിഫൈ ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ പറയുന്ന വൈറസ് ഒരു ലിവിങ് ഓർഗാനിസം ആണോ? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ വൈറസ് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ലിവിങ് ഓർഗാനിസം ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല.
കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വൈറസിന് സ്വന്തമായിട്ട് പ്രത്യേകിച്ചുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേ സമയത്ത് ഇതൊരു ലിവിങ് ആയിട്ടുള്ള സെല്ലിലേക്ക് എൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ പയ്യെ വരുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇവർ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്തുള്ളത്, ഇവർ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനു മുൻപ് പുറത്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് വൈറസുകൾ ഉണ്ടെങ്കിലും അവരെന്തായിരിക്കത്തില്ല, ഇനാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അത് ലിവിങ് ആണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ഒരു വൈറസിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഈ പറയുന്ന വൈറസിനുള്ളത് ഒരു പ്രോട്ടീൻ കോട്ടും അതുപോലെ അതിന്റെ ഒരു ജെനറ്റിക് മെറ്റീരിയലും മാത്രമാണ്. അത് ഒന്നെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ വൈറസിന് ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, പ്രോട്ടീൻ കോഡ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് ഒന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്താണ്, ഇവയ്ക്ക് സ്വന്തമായിട്ട് ഒരു കാരണവശാലും ഒരു ലൈഫ് പ്രോസസ്സുകളും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്തെങ്കിൽ മാത്രമേ വൈറസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആക്റ്റീവായി റീപ്രൊഡ്യൂസ് ചെയ്ത് അവയുടെ എല്ലാ ആക്ടിവിറ്റീസും നടത്തി നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവയ്ക്ക് ഇവയുടേതായിട്ടുള്ള എന്താണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിൽ എൻറ്റർ ചെയ്തെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, അത് ആക്റ്റീവ് ഫോമിൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ വൈറസിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. വെറും ഒരു പ്രോട്ടീൻ കോട്ടും അതുപോലെ തന്നെ ജെനറ്റിക് മെറ്റീരിയലും മാത്രമുള്ള ഒരു ഓർഗാനിസം. ഓക്കെ, അത് ഒന്നെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ DNA ആയിരിക്കാം അല്ലെങ്കിൽ RNA ആയിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഇവയ്ക്ക് ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ലിനകത്ത് മാത്രമേ ആക്റ്റീവ് ആവാൻ പറ്റത്തുള്ളൂ. ഔട്ട്സൈഡ് ദ സെല്ല് എന്തായിരിക്കും, ഇവര് ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വൈറസിന്റെ പ്രത്യേകത. പക്ഷേ വൺസ് ഈ പറയുന്ന ഓർഗാനിസം നമ്മുടെ ഒരു സെല്ലിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വൈറൽ ഡിസീസസ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് എന്താവുന്നത്, മറ്റുള്ള ഓർഗാനിസത്തിലേക്കൊക്കെ അത് സ്പ്രെഡായി ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു വളരെ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആക്കി ഈ വൈറൽ ഡിസീസ് മാറുന്നതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് അതാണ്. പെട്ടെന്ന് തന്നെ ഇവർക്ക് ജനറ്റിക് മേക്കപ്പിലൊക്കെ ചേഞ്ച് വരുത്താനൊക്കെ പറ്റും. അതായത് നമ്മുടെ കൊറോണയുടെ കേസുകൾ തന്നെ എടുക്കുവാണെങ്കിലും ഒരു സമയത്ത് ഒരു വെറൈറ്റിയുടെ പേരായിരുന്നു പറയുന്നത്, കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് വേറൊരു വെറൈറ്റിയുടെ പേരാ പറയുന്നത്. അങ്ങനെ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷെ അവർക്ക് ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സെല്ലിന്റെ പുറത്ത് എന്താണ്, ശിശുക്കളാണ്. പക്ഷെ സെല്ലിനകത്തേക്ക് വല്ലോ എൻറ്റർ ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറസിനെ നമുക്ക് തികച്ചും ഒരു ലിവിങ് ആണെന്നുള്ള ഓർഗാനിസം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വൈറസുകളെ നമ്മൾ ഇത്രയും നേരം കണ്ട ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും എന്ത് ചെയ്തിരുന്നത്, ആഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ ഈ വൈറസിന്റെ പ്രത്യേകത എന്താണ്, സെല്ലുലാർ ആണ്. അവർക്ക് പ്രത്യേകിച്ച് സെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാ ലിവിങ് ഓർഗാനിസവും മേഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, സെല്ല് കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ വൈറസ് എന്താണ്, ഒരു സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. കാരണം അവരുടെ ബോഡി മേഡ് ചെയ്തിരിക്കുന്ന സെല്ല് കൊണ്ടല്ല. ഓക്കെ, ഇനി പ്രോട്ടീൻ കോട്ടും ജെനറ്റിക് മെറ്റീരിയലും മാത്രമാണ് ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടീൻ കോട്ട് കൊണ്ടായിരിക്കും അവർക്ക് ജെനറ്റിക് മെറ്റീരിയലും ഉണ്ടായിരിക്കും. അത് എന്തൊക്കെയായിരിക്കും ജെനറ്റിക് മെറ്റീരിയൽ, ഒന്നെങ്കിൽ അതൊരു RNA ആയിരിക്കും അല്ലെങ്കിൽ ഒരു DNA ആയിരിക്കും. ഓക്കെ, ഇനി ഇവയെല്ലാം തന്നെ എന്താണ്, വൈറസുകളെ എല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം തന്നെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ലിവിങ് സെല്ലിന്റെ ഇൻസൈഡിൽ വെച്ചിട്ട് മാത്രമായിരിക്കും അവര് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അതേസമയത്ത് ഔട്ട്സൈഡ് ദ സെൽ എന്തായിരിക്കും, അവ ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ഓർഗാനിസത്തിനെ ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ഓർഗാനിസം ക്രിയേറ്റ് ചെയ്യുന്ന ഡിസീസസിൽ നിന്നും അതുപോലെയുള്ള മറ്റുള്ള കണ്ടീഷൻസിൽ നിന്നും നമുക്ക് ഓവർകം ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിന്റെ ഒരു എൻഡിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, നമ്മളുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മളുടെ
കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്ത 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എല്ലാ ഓർഗാനിസത്തിനെയും 2 കിങ്ഡത്തിലായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഏതൊക്കെയായിരുന്നു? പ്ലാന്റയിലും അനിമേലിയയിലും. പക്ഷെ പിന്നീട് മനസ്സിലാക്കി ഈ പറയുന്ന എല്ലാ ഓർഗാനിസിനെയും നമുക്ക് അങ്ങനെ 2 കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഓർഗാനിസംസ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ആള് മറ്റൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മുമ്പോട്ടേക്ക് കൊണ്ടുവന്നു. അതായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 5 കിങ്ഡത്തിൽ മേജർ ആയിട്ട് 5 കിങ്ഡംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? 5 കിങ്ഡത്തിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് മൊനേറ, രണ്ടാമത്തേത് പ്രോട്ടിസ്റ്റ, മൂന്നാമത്തേത് ഫംഗി, നാലാമത്തേത് പ്ലാന്റ്, അഞ്ചാമത്തേത് അനിമേലിയ. അങ്ങനെ 5 കിങ്ഡംസ് ആണ് ഏതിലുള്ളത്? നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡംസ് എന്ന് പറയും. അതിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊനീറ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു കിങ്ഡത്തിൽ വരുന്ന ഒരു മെമ്പർ ആയിരുന്നു ആക്റ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ഒരു ആക്റ്റീവ് ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ, അതുപോലെ അതിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മറ്റുള്ള ബാക്ടീരിയാസിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നതുകൊണ്ട് കാൾ വൂസ് എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ സയന്റിസ്റ്റ് ഈ പറയുന്ന മൊനീറ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിനെ വീണ്ടും 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇൻ ടോട്ടൽ എത്ര കിങ്ഡംസ് ഫോം ചെയ്തു? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പിന്നീട് പ്രപ്പോസ് ചെയ്തു. ആര്? നമ്മളുടെ കാൾ വൂസ് എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തു. ഇനി അതിനുശേഷം ആര് വന്നു? അതിനുശേഷമാണ് നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ അകത്ത് നമ്മൾ പ്രപ്പോസ് ചെയ്ത കാൾ വൂസ് ചെയ്ത മറ്റൊരു കാര്യമാണ് നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കിയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരുന്നു കിങ്ഡം എന്ന് പറയുന്നത്. അതിനു മുകളിലായിട്ട് ഡൊമൈൻ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി കൂടി ആര് ആഡ് ചെയ്തു? നമ്മളുടെ കാൾ വൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നോക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് യുക്കാരിയ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിൽ വരുന്നതാണ്. ഓക്കെ, കാരണം എന്താണ്? അവയ്ക്ക് ന്യൂക്ലിയസ്, അതായത് ആ പറയുന്ന ഒരു യുക്കാരിയ എന്ന് പറയുന്ന ഡൊമൈനിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിനും എന്തുണ്ട്? ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് യുക്കാരിയ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് മനസ്സിലായി. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ വൈറസിനെ കുറിച്ചാണ്. വൈറസ് എന്താണ്? വൈറസ് എന്ന് പറയുന്നത് ഒരു എ സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതിന്റെ ബോഡി എന്ന് പറയുന്നത് മേഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ കോട്ടും അതുപോലെ തന്നെ എന്തും കൊണ്ടുമാണ്? ജസ്റ്റ് ഒരു ജെനറ്റിക് മെറ്റീരിയലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ഇവയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? അവ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് സെല്ലിൽ എൻറ്റർ ചെയ്യുന്നതിന് മുൻപ് ഈ പറയുന്ന വൈറസ് ഒക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. മേ ബി അത് എന്താണ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൈറൽ ഡിസീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ഓർഗാനിസത്തിന് അല്ലെങ്കിൽ വൈറൽ ഡിസീസ് ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ഓർഗാനിസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രത്യേകിച്ച് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസീസിനെ ഒന്നും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവർകം ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കൊറോണ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിസം നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഏതൊക്കെ സയന്റിസ്റ്റുകൾ എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ കുറേയൊക്കെ പഠിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് കാണാം. ബൈ. Manorama Horizon, learning made simple.